ഹലോ നമസ്കാരം, എല്ലാവർക്കും JP മീഡിയ 5ലേക്ക് സ്വാഗതം. ബോർഡ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ മാറി ഉള്ള ഒരു സ്ഥലമാണ് ജൂണി. ഒരുപാട് പഴക്കമൊക്കെ ഉള്ള ഒരു സിറ്റിയാണ്. അതായത് അവിടെ ചോക്ലേറ്റ് ഫാക്ടറി, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചോക്ലേറ്റ് ഫാക്ടറി, റെയിൽവേയുടെ മ്യൂസിയം, അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇച്ചിരി മധുരം ആയിക്കോട്ടെ. ഓക്കെ, ഇതാണ് ജൂണി. ചെറിയ മനോഹരമായ ഒരു സിറ്റി. ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ വന്നു. വണ്ടി പാർക്ക് ചെയ്തു. വെയിലൊന്നുമില്ല, നല്ല കാറ്റാണ്. ക്ലൈമറ്റ് അത്ര സുഖമില്ലാത്ത ദിവസമാണ്. ഇതാണ് ഒരു കൂറ്റൻ ബിൽഡിങ്ങാണ്. പഴമ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ്. എല്ലാം പഴയതെല്ലാം അവർ സംരക്ഷിച്ചിട്ടുണ്ട്, ഒന്നും കളഞ്ഞിട്ടില്ല. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് മുന്തിരി പന്തലാണ്. റെസ്റ്റോറൻറ്റ് ഒരുക്കിയിരിക്കുന്നതാണ്. ഇത് പൂത്ത് നിൽക്കുന്നതാണ്. മുന്തിരിയുടെ പൂക്കുലകളാണ്. ഇലക്കാട്ടിൽ കൂടുതൽ പൂവാണുള്ളത്. ഇത് കംപ്ലീറ്റ് കായാവും. അപ്പം നല്ല രസമാണ്. ഇതിനടിയിൽ റെസ്റ്റോറൻ്റാണ്. എത്ര ഭംഗിയാണെന്ന് നോക്കിയോണേ. റെസ്റ്റോറൻറ്റും ഫാക്ടറിയിലോട്ടുള്ള എൻട്രൻസ് ആണ്. ഇതാണ് മുന്തിരിപ്പന്തൽ. ഗാർഡനുമൊക്കെ നല്ല മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറി ചെല്ലുമ്പോഴേ കാണുന്ന ഒരു കോഫി ഷോപ്പാണ്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഫാക്ടറിക്കകത്തോട്ട് കയറി ചെല്ലുകയാണ്. ഈ ഫാക്ടറിയുടെ മുകളിലത്തെ നിലയിൽ ഗിഫ്റ്റ് ഷോപ്പ്, അങ്ങനെ പല കാര്യങ്ങളുമൊക്കെ അവിടെയുണ്ട്. ഇത് ഫാക്ടറിയുടെ അകത്തുള്ള കാഴ്ചയാണ്. ഇവിടെ ഈ ചെയറുകളൊക്കെ ഇട്ടേക്കുന്നത് ഈ സ്കൂൾ കുട്ടികൾ പിള്ളേരുമൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കിന് അവർ ഇരുത്തി പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇത് ചോക്ലേറ്റുകൾ പല ഷേപ്പിലും കളറിലും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അത് ലിക്വിഡായിട്ടുള്ളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ സെറ്റായിപ്പോയി. അതുകൊണ്ടത് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള പല മോൾഡിലും പല ഷേപ്പിലും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ പല ഷേപ്പിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ആ രീതിയിലൊക്കെ അവരുണ്ടാക്കി തരും. അതുപോലെ നല്ല ആകർഷകമായ പാക്കറ്റുകളിലൊക്കെ ആക്കി ഒക്കെ തരും. ഒരുപാട് ജോലിക്കാരും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഓരോ ട്രേയിലും ഒക്കെ ആക്കി വെച്ച് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെയർലി മടുത്തെന്ന് തോന്നുന്നു. അവിടെ പോയി ഇരുന്നു കാണാമെന്ന് വിചാരിച്ചു. ഓഫായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചോക്ലേറ്റ് ഫാക്ടറി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ഞങ്ങൾ പോകുന്നതാണ്. ഇതാ ഫാക്ടറിയുടെ ഉൾഭാഗമാണ്. ഫാക്ടറിയുടെ മറ്റൊരു സൈഡിലെ പ്രൊഡക്ഷൻ അവർ തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ഗിഫ്റ്റ് ഷോപ്പിൽ വെറുതെ ഒന്ന് കയറിയതാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങൾ അതിലേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നു. ചോക്ലേറ്റ് പ്രേമികൾക്ക് ഇത് കാണുമ്പം സഹിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ബൗൾ പോലെ വരുന്ന ഈ ചോക്ലേറ്റുകൾ അപ്പുറത്തെ ഇതിനകത്തോട്ട് ഈ ഡ്രമ്മിനകത്ത് ഇട്ട് അത് പോളിഷ് ചെയ്യുമ്പോൾ എടുക്കും. അപ്പോഴാണ് നല്ല തിളക്കമായിട്ട് വരുന്നത്. കണ്ടോ, ഇതുപോലെ പോളിഷ് ചെയ്തെടുക്കും. ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റും ഉണ്ട്, അതും ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു പാത്രത്തിനകത്ത് വൈറ്റാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, അപ്പുറത്ത് ലാസ്റ്റ് കാണുന്നതിനകത്ത് കളർ വ്യത്യാസം കാണുന്നത്. ഇതിനകത്ത് ഇതിങ്ങനെ ഇളക്കുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരും, ഗ്യാസ് പോലെ ചൂടിൻ്റെ. അത് വലിച്ചെടുക്കാനാണ് ആ പൈപ്പ് വെച്ചിരിക്കുന്നത്. ഇത് ആ ബ്ലാക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പുറത്തെ ആ പ്ലാന്റിൽ നിന്ന് ആ മുകളിൽക്കൂടെ കാണുന്ന പൈപ്പിൽ കൂടെ ആ മനുഷ്യൻ നിൽക്കുന്ന ആ ചോർപ്പിനകത്തോട്ട് വന്ന് വീഴുന്നുണ്ട് ചോക്ലേറ്റ്. കാണാൻ പറ്റുമോ? ഇതുണ്ടോ വന്ന് വീഴുന്നത്? ആ ചോക്ലേറ്റ് അവിടുന്ന് പിന്നെ അത് വേറെ മോൾഡിലാക്കി അത് ബെൽറ്റ് വഴി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് അത് അപ്പുറത്തെ മെഷീനിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുപോലെ ഇറങ്ങുന്ന ഈ ബ്ലാക്ക് ചോക്ലേറ്റ് അത് വീണ്ടും അവിടുന്ന് ഇതുപോലെ ഒരു പൈപ്പിൽ കൂടെ ഇറങ്ങി വരും പല ഇതായിട്ട്. അതൊരു ബെൽറ്റിലോട്ടാണ് വീഴുന്നത്. അത് ചെന്ന് താഴെ വെച്ചിരിക്കുന്ന ഒരു ലിക്വിഡിനകത്തൂടെ ഇറങ്ങി കയറി അതൊരു എല്ലാം ഒരേ ഷേപ്പിൽ നൂല് പോലെ ആക്കും. എന്നിട്ട് വീണ്ടും അതിലും വലിയൊരു ബെൽറ്റിൽ കൂടെ പോവുക ചെയ്യുന്നത്. അത് പിന്നെ ഡ്രൈ ആയി അതിൻ്റെ അങ്ങ് ലാസ്റ്റ് അറ്റത്ത് വരുമ്പം അത് കട്ട് ചെയ്ത് എടുക്കും. പല വലുപ്പത്തിലും പല സൈസിലും ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കും. ഇത് അവർ ചെക്ക് ചെയ്യും. ഓരോന്നും എടുത്തിട്ട് അത് വല്ല ഇരുമ്പിൻ്റെ അംശമോ വല്ലതൊക്കെ ഉണ്ടോയെന്ന് അത് മെറ്റൽ ഡിറ്റക്ടറിൽ വെച്ച് ഇതിനകത്ത് കയറ്റി ഒന്ന് ഇറക്കും. എന്നിട്ടാണ് അവർ ഈ ബോക്സിലെടുക്കുന്നത്. കണ്ടോ, ഇത് ചെറിയ സൈസും ഉണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വരുന്നതാണ്.
ഇതെല്ലാം ഇവിടുന്ന് അപ്പുറേ കാണുന്ന കാർട്ടൂൺ ബോക്സ് ഉണ്ട്. ഇതിനകത്തെല്ലാം പാക്ക് ചെയ്ത് കടകളിലും ഓർഡർ അനുസരിച്ചും ഒക്കെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫാക്ടറി കാഴ്ചയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറി ഓർഡർ ചെയ്തിട്ട് ഇരുന്നപ്പോൾ അപ്രതീക്ഷിതമായി കാറ്റും മഴയും വന്ന് എല്ലാം എടുത്തുകൊണ്ട് പെട്ടെന്ന് ഓടി. ബാക്കി പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.